ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസിൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ASMൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 102/2025 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആൻസ്ടെക് സംസ്കാരം. ആസ്ടെക് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ. എന്താണ് ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ? ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആംസ്റ്റെക് സംസ്കാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ബന്ധമില്ലാത്തത്. 1663 കൊച്ചി പിടിച്ചെടുത്തു. ആരാണ് കൊച്ചി പിടിച്ചെടുത്തത്? 1663 ഡച്ചുകാരാണ് കൊച്ചി പിടിച്ചെടുത്തത്. ഓക്കെ, ഇനി പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. ഇത് മൂന്നും പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. ചോദ്യം 4, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. JM ചാറ്റർജി, ഭാരത് മാതാ സൊസൈറ്റി, ബരീന്ദ്രനാഥ് ഘോഷ്, അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, VD സവർക്കർ, അഭിനവ് ഭാരത് സൊസൈറ്റി. അഭിനവ് ഭാരത്. ഓക്കെ, അപ്പം ഒന്നും കൂടെ നോക്കാം. JM ചാറ്റർജി എന്താണ്? ഭാരത് മാതാ സൊസൈറ്റി. JM ചാറ്റർജി ഭാരത് മാതാ സൊസൈറ്റി. ബരീന്ദ്രനാഥ് ഘോഷ് ഏതാണ്? അനുശീലൻ സമിതി. ചന്ദ്രശേഖർ ആസാദ്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, VD സവർക്കർ, അഭിനവ് ഭാരത്. അടുത്ത ചോദ്യം, 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി ഖൻവർ സിംഗ് ആണ്. ആര, ബീഹാർ, ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖൻവർ സിംഗ് ആണ്. നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ്. കാൺപൂരിൽ നാനാ സാഹിബ്. ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും എവിടെയാണ്? ഡൽഹിയിലായിരുന്നു. ജനറൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിഭായി ആയിരുന്നു ഝാൻസിയിൽ. എന്നാൽ ഗ്വാളിയറിലാണെങ്കിലോ റാണി ലക്ഷ്മിഭായും താന്തിയോ തോപ്പിയുമായിരുന്നു ഗ്വാളിയറിൽ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. മീററ്റിലാണെങ്കിൽ ഖദം സിംഗ്. അലഹാബാദിൽ ആരായിരുന്നു? ലിയാഖത്ത് അലി. മധുരയിൽ ആരായിരുന്നു? ദേവി സിംഗ്. ഹരിയാനയിൽ ആരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്? റാവു തുലാറാം ആയിരുന്നു. ബറോട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയിരുന്നത് ഷാമൽ. ഇനി ലക്നൗ, ആഗ്ര, ഔദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. തുടങ്ങിയ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. ബറേലിയിലായിരുന്നെങ്കിലോ ഖാൻ ബഹദൂർ ഖാൻ ആണ്. ബറേലിയിലാരായിരുന്നു? ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ്, എല്ലാ ലെവൽ എക്സാംസിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. BDAC. ബി സന്യാസി കലാപം ഏത് കാലഘട്ടത്തിലായിരുന്നു? 1763 1800 കാലഘട്ടത്തിൽ നടന്നതായിരുന്നു സന്യാസി ഫക്കീർ കലാപങ്ങൾ. ഓക്കെ, അടുത്തത് ഡി പഴശ്ശി കലാപം എന്നായിരുന്നു? ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി കലാപം 1801 മുതൽ 1805 വരെയുമായിരുന്നു. ഓക്കെ, അടുത്തത് കുറിച്യ ലഹള എന്നായിരുന്നു. 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്നതായിരുന്നു കുറിച്യ ലഹള. ഇനി സന്താൽ കലാപമാണെങ്കിൽ സിദ്ധു കാനു എന്നിവരുടെ നേതൃത്വത്തിൽ 1855 നടന്നതാണ് സന്താൽ കലാപം. അപ്പം എങ്ങനെ ഓർഡർ വരുന്നത്? സന്യാസി കലാപം, പഴശ്ശി കലാപം, കുറിച്യ ലഹള, സന്താൽ കലാപം. ഓക്കെ, അടുത്ത ചോദ്യം, നദിയുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ആകുന്നു. നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികളാകുന്നു. ഉത്ഭവസ്ഥാനം മുതൽ നദീമുഖം വരെ എത്ര ഘട്ടങ്ങളുണ്ട് നദിക്ക്? 3 ഘട്ടങ്ങളാണുള്ളത് അല്ലേ? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം, അങ്ങനെ 3 ഘട്ടങ്ങളാണ് നദിക്കുള്ളത്. അപ്പം ആദ്യമേ ഉപരിഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഈ റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ഉണ്ടാകുന്നു. നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഈ ഉപരിഘട്ടം എന്ന് പറയുന്നത്. കുത്തനെയുള്ള ചരിവിലൂടെയാണ് നദി ഒഴുകുന്നത്. ശക്തമായ അപരദനവും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിക്ഷേപണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അപരദനം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നിക്ഷേപ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. താഴ്വാരകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളും ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്നു. ഉപരിഘട്ടം കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സ്റ്റേജാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. താരതമ്യേന ചരിവ് കുറഞ്ഞ അടിവാരത്തിലൂടെയാണ് മധ്യഘട്ടത്തിൽ നദി ഒഴുകിപ്പോകുന്നത്.
മധ്യഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാകും? അപരദന തീവ്രത കൂടുതലായിരിക്കും, കൂടുതൽ നിക്ഷേപണ പ്രവർത്തനങ്ങൾ നടക്കും. ഓക്കെ, മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും ഒക്കെ ഫോം ചെയ്യുന്നത് ഈ മധ്യഘട്ടത്തിലാണ്. പിന്നീടാണ് കീഴ്ഘട്ടം വരുന്നത് മൂന്നാമതായിട്ട്. ഓക്കെ, സമതല പ്രദേശത്തു കൂടി ഒഴുകുന്നതാണ് കീഴ്ഘട്ടം എന്ന് പറയുന്നത്. അവിടെ അവസാദങ്ങൾ കൂടുതലായി നിക്ഷേപം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വേഗം വളരെ കുറഞ്ഞായിരിക്കും നദികൾ ഒഴുകുന്നത്. ഓക്കെ, പ്രളയ സമതലങ്ങളും ഡെൽറ്റയൊക്കെ ഫോം ചെയ്യുന്നത് ഈ കീഴ്ഘട്ടത്തിലാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് തെറ്റി? നദികളുടെ ഉപരിഘട്ടത്തിലാണോ ഡെൽറ്റകൾ കാണപ്പെടുന്നത്? അല്ല, കീഴ്ഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഉപരിഘട്ടത്തിലെ പർവ്വത ഉയരങ്ങളിൽ ഓക്സ്ബോ തടാകങ്ങൾ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല അല്ലേ? എവിടാണ്? മധ്യഘട്ടത്തിലാണ് ഓക്സ്ബോ തടാകങ്ങളും മിയാൻഡറുകളും കാണുന്നത്. അപരദനം മൂലം മിയാൻഡറുകൾ രൂപപ്പെടുകയും പിന്നീട് ഈ മിയാൻഡറുകൾ രൂപം കൊണ്ടത് നിക്ഷേപണം മൂലം എന്ത് ചെയ്യും? ഈ മിയാൻഡറുകൾ രൂപപ്പെട്ടത് ഓക്സ്ബോ തടാകങ്ങളായിട്ട് വേർപെട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, സൂക്ഷ്മമായ മണൽ തരികളാൽ സമ്പന്നമായത് നദിയുടെ കീഴ്ഘട്ടമാണ് അല്ലേ? കീഴ്ഘട്ടം. ഓക്കെ, അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ചോദ്യം 9. അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. അതിനെന്തെന്നാ പറയുന്നത്? നോർമൽ ലാബ്സ് റേറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസിൽ ട്രോപ്പോസ്ഫിയറിൽ താപം കുറയുന്നതിന് എന്തെന്ന് പറയും? നോർമൽ ലാബ്സ് റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നോർമൽ ലാബ്സ് റേറ്റ് നെഗറ്റീവ് സംഖ്യയിലോട്ട് പോകുമ്പോൾ ആണ് ട്രോപ്പോപൗസ് ഫോം ചെയ്യുന്നത്, ട്രോപ്പോപൗസ് ഉണ്ടാകുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപൗസ് എന്ന് പറയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല എന്തെന്ന് പറയപ്പെടുന്നു? ട്രോപ്പോസ്ഫിയർ എന്ന് പറയപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹത്തെ അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ജെറ്റ് പ്രവാഹം, ജെറ്റ് കറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ജെറ്റ് വിമാനങ്ങൾ പറക്കുന്നത് ഏത് മേഖലയിൽ കൂടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെയാണ്. ജെറ്റ് വിമാനങ്ങൾ പറക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെയാണ്. ഓസോൺ പാളികൾ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, എന്നാൽ ജെറ്റ് പ്രവാഹമുള്ളത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണുള്ളത്. ഏതൊക്കെയാണ് മേഖലകൾ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ അല്ലേ? തെർമോസ്ഫിയർ, അയണോസ്ഫിയർ ഇത്രയുമാണ് വ്യത്യസ്ത അന്തരീക്ഷ പാളികൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശമാണ്. നിത്യഹരിത വനമേഖലകൾ കൂടുതലായി കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ദുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? നർമ്മദയിലാണ് ദുവാന്തർ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. ഇനി ട്രെപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? സെറ്റ്സെ ഫ്ലൈ ആണ്. സെറ്റ്സെ ഫ്ലൈ. ട്രെപ്പനോമാസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? സെറ്റ്സെ ഫ്ലൈ ആണ്. ഓക്കെ, +2 പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇത്. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി കാപ്പിയാണ്. അറബിക്ക എന്താണ്? കാപ്പിയുടെ ഇനമാണ്. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി പെട്രോളിയം. ബാക്കിയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ഉപയോഗിച്ചാലും തീർന്നു പോകാത്തതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം സൗരോർജ്ജം, വേലിയോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഇതെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏത്? ദാവോസ് ആണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പേയ്മെൻറ്റ് ബാങ്കുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പേയ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെ നിക്ഷേപമായി സ്വീകരിക്കുന്ന ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പേയ്മെൻറ്റ് ബാങ്ക്സ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡ് നൽകുന്നില്ല. ഡെബിറ്റ് കാർഡ് നൽകാറുണ്ട്, ക്രെഡിറ്റ് കാർഡ് നൽകാറില്ല. ഓക്കെ, അപ്പം ആ ഓപ്ഷൻസ് ഒന്നും കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിപ്പോയത്. അടുത്ത ചോദ്യം. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നത്. ഏതാണ് വർഷം? 1995 ജാനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. അന്ന് തന്നെ ഇന്ത്യ അംഗമായിട്ടും ഉണ്ടായിരുന്നു. ഇനി ഈ 8ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഏത് വർഷ കാലയളവിലുള്ളതാണ്? 1992 1997 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് 8ാം പഞ്ചവത്സര പദ്ധതി. റാവോ മൻമോഹൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? റാവോ മൻമോഹൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്.
മാനവ വികസനത്തിനും ഇൻഡസ്ട്രിയുടെ മോഡേണൈസേഷനും ഒക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. LPG റിഫോംസ് വന്നത് ഈ കാലഘട്ടത്തിലാണ് അല്ലെ. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ വന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓക്കെ, റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതേ കണക്ക് തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതി ഏതെല്ലാമാണ്? ഡിജിറ്റൽ പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ. ഏതാണ്? ഓപ്ഷൻ സി, സാരഥി പ്രവാഹ്. ഏതൊക്കെയാണ്? സാരഥി പ്രവാഹ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി, ഡ്രാഗൺ ആണ്. ഡ്രാഗൺ. 20. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ആരാണ്? ഓപ്ഷൻ എ, KA മുഹമ്മദ്. മറ്റാരൊക്കെയായിരുന്നു KA മുഹമ്മദിനെ കൂടാതെ തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങൾ? പട്ടം താണുപിള്ള, R ശങ്കർ, TS നടരാജപിള്ള, PT ചാക്കോ. ഓക്കെ, ഇവരിത്രയും പേരാണ് തിരുവിതാംകൂർ മേഖലയിൽ നിന്നുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? പട്ടം താണുപിള്ള, R ശങ്കർ, S നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. ഓക്കെ, ഇനി കൊച്ചിയിൽ നിന്നാണെങ്കിൽ ആരാണ് ഉണ്ടായിരുന്നത്? പനമ്പള്ളി ഗോവിന്ദ മേനോനായിരുന്നു കൊച്ചിയെ പ്രതിനിധീകരിച്ചു ഉണ്ടായിരുന്നത്. മദ്രാസിനെ പ്രതിനിധീകരിച്ച് ആരൊക്കെ ഉണ്ടായിരുന്നു? K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇവരിത്തരം മലബാർ മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടുണ്ടായിരുന്നവരായിരുന്നു. ആരൊക്കെയാണ്? K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇനി UP പ്രവിശ്യയെ പ്രതിനിധീകരിച്ച് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ജോൺ മത്തായി ആണ് ഉണ്ടായിരുന്നത്. ജോൺ മത്തായി. ഇനി വനിതകൾ ആരൊക്കെയായിരുന്നു? മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇവരിത്രയുമായിരുന്നു വനിതകൾ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരുന്നത് എവിടെ നിന്നാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. ഓക്കെ, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ 5 ഇയർ പ്ലാൻ കടമെടുത്തിരുന്നത് എവിടെ നിന്നാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തിരുന്നത് എന്താണ്? ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും കടമെടുത്തിരുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ കടമെടുത്തായിരുന്നു? പ്രിയാമ്പിൾ, ആമുഖം കടമെടുത്തത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തതൊക്കെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണെങ്കിലോ ഭരണഘടനാ ഭേദഗതി കടമെടുത്തതായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഓക്കെ, അടുത്ത ചോദ്യം, തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ, 7 വർഷം. അപ്പം തുടർച്ചയായി 7 വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്. മറ്റെന്തൊക്കെ രീതിയിലാണ് ഒരു പൗരന് പൗരത്വം നഷ്ടമാകുന്നത്? പരിത്യാഗം വഴി പൗരത്വം നഷ്ടപ്പെടാം അല്ലെ. ബൈ റിനൗൺസിയേഷൻ, പരിത്യാഗം വഴി, അതായത് സ്വമേധയാ ഉള്ള പൗരത്വം ഉപേക്ഷിക്കൽ, പരിത്യാഗം. ബൈ റിനൗൺസിയേഷൻ പൗരത്വം നഷ്ടപ്പെടാം. അതുപോലെ പൗരത്വം ടെർമിനേറ്റ് ആക്കാം, നിർത്തലാക്കാം, പൗരത്വം ഇല്ലാതാക്കാം, ടെർമിനേറ്റ് ചെയ്ത് വിടാം പൗരത്വത്തിൽ നിന്നും. എങ്ങനെയാണ്? ഒരു ഇന്ത്യൻ പൗരൻ സ്വന്തം അറിവോടും സമ്മതത്തോടും കൂടി മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വത്തിൽ നിന്നും നിർത്തലാക്കി, ടെർമിനേറ്റ് ചെയ്ത് വിടാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഈ പൗരത്വ അപഹരണം. ഓക്കെ, പൗരത്വ അപഹരണം. ഇനി എത്ര തരത്തിൽ പൗരത്വം നമുക്ക് സ്വന്തമാക്കാം? 5 തരത്തിൽ സ്വന്തമാക്കാം അല്ലേ. പൗരത്വം 5 തരത്തിൽ ലഭിക്കും. എങ്ങനെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, ബൈ ബർത്ത് നമുക്ക് പൗരത്വം ലഭിക്കും. പിന്തുടർച്ച വഴിയുള്ള പൗരത്വമുണ്ട്, ബൈ ഡിസെൻറ്റ്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വമുണ്ട്. ഇനി രജിസ്ട്രേഷൻ മുഖാന്തരം, ബൈ രജിസ്ട്രേഷൻ പൗരത്വം നമുക്ക് ലഭിക്കും. ചിരകാലവാസം മുഖേന ലഭിക്കും, ബൈ നാച്ചുറലൈസേഷൻ. പിന്നെ പ്രാദേശിക സംയോജനം വഴി, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. അങ്ങനെ 5 തരത്തിൽ നമുക്ക് പൗരത്വം ലഭിക്കും. എങ്ങനെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, ചിരകാലവാസം മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജനം മൂലമുള്ള പൗരത്വം. പൗരത്വം നഷ്ടമാവുന്നത് എങ്ങനെയൊക്കെയാണ്? പരിത്യാഗം മൂലം, നിർത്തലാക്കൽ മൂലം, പൗരത്വ അപഹരണം മൂലം. ഇത് 3 കാരണം പൗരത്വം ഇല്ലാതെയാകാം. പൗരത്വത്തിനെക്കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 2 പൗരത്വത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 10 ചേർത്തത് അല്ലേ. പിന്നീട് 11ാമത്തത് 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചേർത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ലോട്ടറിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഫിഷറീസും കാർഷിക വരുമാന നികുതിയൊക്കെ വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. വില നിയന്ത്രണം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ലോട്ടറി വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഓക്കെ, ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 246 ആർട്ടിക്കിൾ 246 ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. എന്നാൽ റെസിഡ്യൂറി പവേഴ്സ് അവശിഷ്ടാധികാരങ്ങൾ ഉൾപ്പെടുന്നത് ഇതിലാണ്? ആർട്ടിക്കിൾ 248 റെസിഡ്യൂറി പവേഴ്സിനകത്ത് വരുന്നത് എന്താണ്? സൈബർ നിയമം പോലുള്ള ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് റെസിഡ്യൂറി പവേഴ്സ് അവശിഷ്ടാധികാരത്തിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ വരും? കൺകറൻറ്റ് ലിസ്റ്റിൽ വില നിയന്ത്രണം വരാം, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം, വൈദ്യുതി, ക്രിമിനൽ നിയമം, ട്രേഡ് യൂണിയനുകൾ ഒക്കെ വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, കൺകറൻറ്റ് ലിസ്റ്റിൽ. സംസ്ഥാന ലിസ്റ്റിൽ എന്തൊക്കെ വരാം? പോലീസ്, തദ്ദേശ സ്വയംഭരണം, കാർഷിക വരുമാന നികുതി, വാഹന നികുതി, കെട്ടിട നികുതി, ജലസേചനം പോലുള്ളവ ഏതിനകത്ത് വരും? സംസ്ഥാന ലിസ്റ്റിനകത്തും വരാം. ഓക്കെ, അടുത്ത ചോദ്യം, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ആസാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഏതിൻ്റെ തീമാണ്? ലോകാരോഗ്യ ദിനത്തിൻ്റെ തീമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ ഏതിൻ്റെയാണ്? മനുഷ്യാവകാശ ദിനത്തിൻ്റെയാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ മനുഷ്യാവകാശ ദിനത്തിൻ്റെ തീമാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി ഭൗമദിന പ്രമേയമാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി ഭൗമദിന പ്രമേയമാണ്. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ ദിനത്തിൻ്റെ പ്രമേയമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കോടതിയാണ്? ലോക് അദാലത്ത് എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കോടതിയാണ്? ഓപ്ഷൻ എ ജനങ്ങളുടെ കോടതി. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമാനുമതി നൽകുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമാനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതാണ്? പാലക്കാടും വയനാടുമാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതാണ്? പാലക്കാടും വയനാടും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര്? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ. എവിടെയാണ് കൃഷിവകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത്? ഓപ്ഷൻ എ ആനേറയിലാണ് കൃഷിവകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ എക്സ്പോ സെൻറ്റർ ആരംഭിച്ചത്. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതാണ്? മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങളാണ് ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗം. അടുത്ത ചോദ്യം, കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യമാനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ്. ആരോഗ്യമാനന്ദം എന്തുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്? ക്യാൻസർ ബോധവൽക്കരണമാണ്. ഓക്കെ, പെല്ലാഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ B3 ആണ് പെല്ലാഗ്ര. ഓക്കെ, വൈറ്റമിൻ B1 ആണെങ്കിൽ ബെർബറി. വിറ്റാമിൻ C ആണെങ്കിൽ സ്കർവി. B12 എന്താണ്? സൈനോകബാലമിൻ. വിറ്റാമിൻ K എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വിറ്റാമിൻ K. അടുത്ത ചോദ്യം, കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജ്ജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? മൈറ്റോകോൺട്രിയ. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജ്ജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? മൈറ്റോകോൺട്രിയ. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ശ്വാസകോശത്തിന് വരുന്ന രോഗമാണ് അല്ലേ എംഫിസീമ. അപ്പം എംഫിസീമ എന്ന രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. ഈ 4 ഗ്രൂപ്പും AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അയാൾക്ക് നൽകാം. ഏതൊക്കെയാണ്? A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
1ഉം 3ഉം ശരിയാണ്. മന്ദരോഗത്തിൻ്റെ കാരണരോഗകാരികളാണ് വുച്ചറേറിയ ബ്രാങ്കോഫ്റ്റി എന്ന വിരകൾ. വുച്ചറേറിയ ബ്രാങ്കോഫ്റ്റി വിരകളാണ് മന്ദരോഗത്തിന് കാരണം. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത്. ഓക്കെ, ജനിതക വൈകല്യമാണോ? അല്ല, കൊതുക് കാരണം പകരുന്ന ഒരു രോഗമാണ് മന്തെന്ന് പറയുന്നത്. ഏത് കൊതുകാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ് മന്ദരോഗം പരത്തുന്നത്. ഇത് ലസികാഗ്രന്ഥിയിൽ എന്ത് ചെയ്യും? മുട്ടകൾ നിക്ഷേപിക്കുകയും പിന്നീട് ആ വിരകൾ വലുതായിട്ട് ലിംഫ് ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് മന്തുണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പരിണിത ബലം നെറ്റ് ഫോഴ്സ് 0 ആയ ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ശബ്ദതരംഗമാണ് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം. എന്ത് തരം തരംഗമാണ് ശബ്ദതരംഗം? ഒരു അനുദൈർഘ്യ തരംഗമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഘർഷണമില്ലാതെ ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? ഓപ്ഷൻ ഡി 1.2 m/s². സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് ഏതാണ്? എന്താണ് സ്നോ ബ്ലൈൻഡ്? മാൽവെയർ ആണ് അല്ലേ? ഒരു മാൽവെയർ ആണ് സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. ചോദ്യം 47. ഒരു ആറ്റത്തിൻ്റെ എം ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 16. സൾഫർ ആണല്ലേ? സൾഫർ KLM 286 വരുമ്പം 16 മൊത്തം നമ്പർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്ററാണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്ററായി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 5 atm ആണ്. 5 atm. 49. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ സിങ്ക് ഓക്സൈഡ് SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? കാന്തിക വിഭജനമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കാന്തിക വിഭജനം. കേരളത്തിലെ തീരദേശ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാപകമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ് കേരളത്തിലെ തീരദേശ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ആരാണ്? കാൽസ്യം കാർബൈഡ് ആണ്. CaC2. കാൽസ്യം കാർബൈഡ് ആണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകം ഉണ്ടാക്കുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത് ആണ്. മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിനോട് F41-ൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നവ്ദീപ് സിംഗ് ആണ്. അപ്പോഴത്തെ കറണ്ട് അഫെയർ ആണ്. ഇനി ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ്? തകഴി ശിവശങ്കരപിള്ള 1984 ശരി. ജി ശങ്കരക്കുറുപ്പിന് എന്നാണ് കിട്ടിയത്? 1965 ജി ശങ്കരക്കുറുപ്പിന് കിട്ടുന്നത്. ആദ്യത്തെ മലയാളിയും ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് 1965 കിട്ടുന്നത്. ഓക്കെ, SK പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് 1980 കിട്ടുന്നത്. 1980 SK പൊറ്റക്കാടിന്. ഇനി തകഴി ശിവശങ്കരപിള്ളയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടുന്നത് 1984. MT കിട്ടുന്നത് എന്നാണ്? MT വാസുദേവൻ നായർക്ക് 1995 ONV കുറുപ്പിന് കിട്ടുന്നത് 2007 ഓക്കെ, ONV കുറുപ്പിന് 2007 കിട്ടുന്നത്. അവസാനമായിട്ട് കിട്ടിയതാർക്കായിരുന്നു? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. കറക്റ്റ് നമുക്ക് വായിക്കാം. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? സമത്വ സമാജമാണ്. ആത്മവിദ്യാസംഘമാരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ് ആത്മവിദ്യാസംഘം. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലമേത്? ഇല്ലിക്കുന്ന്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് ഹെർമൻ ഗുണ്ടട്ട് പ്രസിദ്ധീകരിച്ച പത്രമാണ് രാജ്യസമാചാരം. ഓക്കെ, പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടട്ട് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പഹൽഗ്രാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ്. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും.
2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? പി സതീദേവിയാണ്. പി സതീദേവി. 59. ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി പ്രിൻ്ററാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം? എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻ അല്ലേ. ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങൾക്കും പരിഗണിച്ച് 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനുമാണ്. ഓക്കെ, 2025 ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയായിരുന്നു? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവററ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്കിനും മൈക്കിൾ എച്ച് ഡെവററ്റിനും ജോൺ എം മാർട്ടിനസിനുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടായിരുന്നു 2025 ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അടുത്ത ചോദ്യം. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോ ആണ് ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ്. എന്തിനെ അടിസ്ഥാനമാക്കി? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് പുതിയതായി രൂപം കൊണ്ടത്. ഓക്കെ, പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 22 ആണ്. സെക്ഷൻ 22. അടുത്ത ചോദ്യം. വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് രാജ്യമാണ്? സ്വീഡനാണ്. സ്വീഡൻ. ഏത് വർഷമാണ് വിവരാവകാശ നിയമം വരുന്നത്? 2005 അല്ലേ. 2005 APJയുടെ സമയത്ത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3 വൃദ്ധസദനങ്ങളെക്കുറിച്ച് പറയുന്നത്. 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ്. ഏത് റൈറ്ററാണ്? കന്നഡ റൈറ്ററാണ്. ഓക്കെ, അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ചോദ്യങ്ങളാണേ. എ ഡാഷ് ഓഫ് സ്റ്റെയർസ് കളക്റ്റീവ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് ആണ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്. ഇനി ഷീ സെൽഡം ഗോസ് ഔട്ട്. ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക? സെൽഡം നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് തന്നെ ഡസ് ഷീ ആണ് വരിക. ഡസ് ഷീ. ഫിൽ അപ്പ് വിത്ത് കറക്റ്റ് പ്രപ്പോസിഷൻ. റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജ്. ഇൻട്രസ്റ്റഡ് ഇൻ ആണ്. റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ഇനി പാസീവ് ഫോം റിപ്പോർട്ടഡ് സ്പീച്ച് ആണേ. പാസീവ് ഫോം ആണേ. പാസീവ് ഫോമിലോട്ടാക്കാൻ വേണ്ടിയിട്ട് മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ഇതിൻ്റെ പാസീവ് ഫോം എന്താണ്? ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. അടുത്തത് ഫിൽ അപ്പ് സ്യൂട്ടബ്ലി. വൈഡിൻ്റെ സിനോണിം ഏതാണെന്നാണ് ചോദ്യം. ബ്രോഡാണ്. ബ്രോഡ്. ഓക്കെ, ഇനി ക്യാൻസൽ. ഫ്രേസൽ വെബ് ചോദിച്ചാക്കിയാണ്. ക്യാൻസൽ എന്താണ്? കോൾ ഓഫ് ആണ് ക്യാൻസൽ. ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ഏതാണ്? ആർഗ്യുമെൻറ്റ്. ARGUMENT ആണ് ആർഗ്യുമെൻറ്റ്. ARGUMENT ആണ് ആർഗ്യുമെൻറ്റ്. അടുത്ത റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ്? ഹി ആസ്ക് മീ. എന്ത് വരും റിപ്പോർട്ടഡ് സ്പീച്ച്? ഹി ആസ്ക് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഹി ആസ്ക് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ ഹർ മദർ അറൈവ്ഡ് ഇഷ ഡാഷ് ദ ലോണ്ട്രി. എന്താണ്? ഇഷ ഹാഡ് ഫിനിഷ്ഡ് ദ ലോണ്ട്രി. വെൻ ഹർ മദർ അറൈവ്ഡ് V2 വന്നപ്പോൾ ഇഷ ഹാഡ് ഫിനിഷ്ഡ് വന്നല്ലേ. ഹാഡ് ഫിനിഷ്ഡ് ദ ലോണ്ട്രി. ഹാഡ് പ്ലസ് V3 വന്നു. ഓക്കെ, അടുത്ത ചോദ്യം. കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ് സ്യൂട്ടബ്ലി. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. ഏതാണ്? ഇഫ് ക്ലോസിൻ്റെ ആദ്യത്തെ കണ്ടീഷനാണ്. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. ഓക്കെ, ഇനി മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അടിവരയിട്ട സന്ദർഭത്തിന് അനുയോജ്യമായ പദമേത്? എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ടേ? വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? ഓപ്ഷൻ ഡി ആണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു ആശു കണ്ണാമി മലരു വിസ്തൃതമാകുമിപ്പോൾ. ഓക്കെ, അതാണ് വചനപ്രത്യയം ഇല്ലാത്ത വരി. ശരിയായ പര്യായ പദം ഏത്? അച്ഛൻ ജനയിതാവാണ്. ശരി, അച്ഛൻ ജനയിതാവ്.
അടുത്ത ചോദ്യം, കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഭാഗം. ഫ്രം എന്നതിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? പ്രേക്ഷകനാണ് അല്ലേ, പ്രേക്ഷകൻ. പിരിച്ചെഴുതുക. ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കൺ പ്ലസ് നീർ കണ്ണീർ. കൺ പ്ലസ് നീർ കണ്ണീർ. 96. ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? 1ഉം 4ഉമാണ്. അബദ്ധം, സുബദ്ധം, ഖണ്ഡനം, മണ്ഡനം. 97. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? 2ഉം 3ഉമാണ് തെറ്റുള്ളത്. ചിലവഴിക്കുന്നതിനെക്കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും, അത് രണ്ടുമാണ് തെറ്റ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ? സി ആണ് സമാനാർത്ഥം വരാത്തത്. ബാക്കി 3ഉം സമാനാർത്ഥം വരുന്നതാണ്. ഐകമത്യം ബഹാബലം, നാരികൾ ചേർന്നുള്ള കയറായാൽ പാലിൽ കെട്ടുന്നു ദന്തിയെ, ഒരുമയുണ്ടേൽ ഉലക്കമേലും കിടക്കാം. എല്ലാം ഒത്തൊരുമയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കി 3 ഓക്കെ, സി അല്ല. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ മകളാണെങ്കിലോ ഭാഗിനേയ. ചോദ്യം 100. വ്യത്യസ്തമായ സമാസമുള്ള പദമേത്? എ മരപ്പൊടി. അതാണ് വ്യത്യസ്തമായ സമാസമുള്ള പദം. ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ ചാനലിലൂടെ SCRT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെയും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഓക്കെ. അപ്പോൾ താങ്ക് യു.